Next, we are going to see the factors influencing rate of a reaction. What are the factors that influence the rate of a chemical reaction? So, in classes, we already see the rate of a reaction, average rate as well as instantaneous rates and its definitions. Here, we are going to see rate of reaction that depends upon various factors like concentration or other things. So we are going to see that one. Rate of a reaction at a given temperature may depend on many factors. Actually, rate depends upon the experimental conditions such as concentration. If it is in gaseous state, it is pressure, the applied temperature, or if any catalyst is there, the presence of catalyst, etc. Right. സാധാരണഗതിയിൽ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കണ്ടീഷൻസിലാണോ അത് എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. Experimental conditions depends on the temperature, depends on the concentration, depends on the pressure if it is a gaseous substance, even the presence of a catalyst, etc. Okay. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിപ്പെൻസ് ഓൺ കോൺസെൻട്രേഷൻ ആണ് കാണാൻ പോകുന്നത്. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഒരു ഗിവൺ ടെമ്പറേച്ചർ നമ്മളൊരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിട്ട് നിർത്തും. എന്നിട്ട് നമ്മൾ പറയുന്നതാണ് കോൺസെൻട്രേഷന്റെ ഡിപ്പെൻഡൻസ് എന്താണ്. ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ. അതിൽ ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ A+B gives C അല്ലെങ്കിൽ A+B gives C+D രണ്ട് റിയാക്ടന്റ് രണ്ട് പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കോൺസെൻട്രേഷൻസ് ഓഫ് ദ റിയാക്ടന്റ് ഓർ റിയാക്ടൻസ് ഓർ ദ പ്രോഡക്റ്റ് ഓർ പ്രോഡക്ട്സ്. വൺ ഓർ മോർ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ്. ഇതാണ് നമ്മൾ ഈ യൂണിറ്റിൽ കാണാൻ പോകുന്നത്. സോ ഹൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഡിപ്പെൻഡൻസ് ഓഫ് കോൺസെൻട്രേഷൻ, ഡിപ്പെൻസ് ഓൺ കോൺസെൻട്രേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോയാണ് റേറ്റ് ലോ. ഓക്കെ. അപ്പോൾ എന്താണ് റേറ്റ് ലോ എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്ത് കാണും. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഈസ് നോൺ ആസ് റേറ്റ് ലോ or rate equation or rate expression. ഇതിൽ ഏതെങ്കിലും ഒരു ടേമിൽ നമുക്ക് അത് പറയാം. ഇത് മൂന്ന് വരെ പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണെന്നുള്ളത് ഓർക്കണം. റേറ്റ് ലോ, റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ അല്ല നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് ജസ്റ്റ് എന്താന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റുമായിട്ട് കോൺസെൻട്രേഷന്റെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ഡിപെൻഡൻസ് കാണിക്കുന്ന ഒരു ലോ ആണ് എന്നേ നമ്മൾ പറഞ്ഞോളൂ. അതാണ് റേറ്റ് ലോയിൽ വരുന്നത് എന്ന് അർത്ഥം. ഓക്കെ. വി നോ ഹൗ ടു വർക്ക് ഔട്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, ബട്ട് ദാറ്റ് ഡസന്റ് ടെൽ us if all the reactants make the same contribution to the overall reaction. അങ്ങനത്തെ കേസിലാണ് റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് അതിന്റെ കോൺസെൻട്രേഷൻ ടേംസ് വരുന്നുണ്ടെന്ന് അർത്ഥം. All the reactants makes the contribution. എല്ലാ റിയാക്ടൻസും അതിൻ്റെതായ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കോൺസെൻട്രേഷന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ X+Y. X may make more contribution to the rate of the reaction than Y. അതറിയണം, X ആണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. Or X may make no contribution to the rate of the reaction instead. It depends why. X ഇല്ല, Y മാത്രമേ കോൺട്രിബ്യൂഷൻ നടത്തുന്നുള്ളൂ. അങ്ങനെ the only way to find out this is through experimentation. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ഈ പണി ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ വെൻ യു സീ എ സ്ക്വയർ ബ്രാക്കറ്റ് അറൌണ്ട് എ ഫോർമുല. സാധാരണ ചെറിയ ക്ലാസ്സിലൊന്നും നമ്മൾ അങ്ങനെ പരിചയമില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫോർമുലയുടെ മുകളിൽ ഒരു സൈഡിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ that means it is the concentration that represents the concentration. So square bracket HCl inside square brackets means it is a concentration of HCl. Okay. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ പറയുന്നതിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറയാൻ പലവട്ടം പറയുന്നത് ഏതായാലും അത് ശ്രദ്ധിക്കാം മാത്രം കേട്ടോ. സോ ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് HCl.
അപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ ചിലപ്പോൾ HCl പറയൂ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് കോൺസെൻട്രേഷൻ ഓഫ് HCl. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം റേറ്റ് എന്ന് പറഞ്ഞാൽ that decreases with the passage of time as concentration of reactants decreases. നമ്മൾ ഗ്രാഫുകളിലൊക്കെ കണ്ടതാണല്ലോ. As time passes, the concentration of reactants decreases, rate of reaction decreases. അല്ലേ? സമയം കടന്നു പോകുമ്പോൾ റിയാക്റ്റൻസ് ഇങ്ങനെ ഉപയോഗിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞു. ഇപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും അല്ലേ? തിരിച്ചും പറയാം. എന്ത് റേറ്റ് ജനറലി ഇൻക്രീസ് വെൻ റിയാക്ടൻ കോൺസെൻട്രേഷൻ ഇൻക്രീസ് എന്നും പറയാം. എന്താ കുഴപ്പം? റിയാക്ടൻ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നു എന്നും പറയാം. റിവേഴ്സ് റിയാക്ഷൻസിലൊക്കെ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും ഓർത്താൽ മതി. ഗ്രാഫുകൾ നമ്മൾ നേരത്തെ കണ്ടാണല്ലോ. മാക്സിമം കോൺസെൻട്രേഷൻ ആയിരുന്നു റിയാക്ടൻ തുടക്കത്തിൽ 0 ടൈം. പിന്നെ സമയം പോകുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. റിയാക്ടൻ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. So the rate decreases. So rate of a reaction depends on the concentration of reactants. Reactants in the concentration depend ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ x plus y gives z എന്ന് നേരത്തെ എഴുതിയെടുത്ത് rate proportional to the concentration of x and concentration of y, x into y എന്ന് നമ്മൾ എഴുതാനുള്ള കാരണം അതാണ്. നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ എടുത്തിട്ട് പറയാം. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ എടുത്തിട്ട് പറയുമ്പോൾ A moles of A reacts with B moles of B. That gives C moles of C and D moles of D as products. ഒരു വളരെ സൈദ്ധാന്തികമായ ഒരു റിയാക്ഷൻ. ഏതോ റിയാക്ടൻസ് ഏതോ പ്രോഡക്ട്സ് ആയിരുന്നു എന്ന് വെറുതെ എഴുതിയതാണ്. നമുക്കൊരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ A plus B gives C plus D എന്ന് എഴുതിയാലും മതിയായിരുന്നു. പക്ഷെ അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് കാണിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് എപ്പോഴും 1 ആയിക്കൊള്ളുന്നില്ലല്ലോ. A, B, C, small letter A, B, C, D are the stoichiometric coefficients of these various substances in this reaction. According to the rate expression, rate law or rate equation, മൂന്നും തന്നെയാണ്. Rate expression, rate law or rate equation. Actually, the rate is proportional to the concentration of reactant. റിയാക്റ്റന്റിനെയാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് കേട്ടോ. റിയാക്റ്റന്റിനെയാണ്. അപ്പോൾ ഒന്നേ ഉള്ളൂ വരുന്നെങ്കിൽ A gives B ആയിരുന്നുവെങ്കിൽ A B തരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റേറ്റ് പ്രൊപ്പോർഷണൽ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് എഴുതണ്ടല്ലോ. ഇവിടെ എയും ബി ഉള്ളതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പ്രൊപ്പോർഷണൽ എന്ന് പറയാം കേട്ടോ ആദ്യം. അതിനുശേഷം നമുക്കത് ഒഴിവാക്കാം. റേറ്റ് പ്രൊപ്പോർഷണൽ A, റേറ്റ് പ്രൊപ്പോർഷണൽ B. സോ റേറ്റ് പ്രൊപ്പോർഷണൽ A ഇൻറ്റു B, കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു B. ഇത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ ഇല്ലാതെ എഴുതുമ്പോഴാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ കൂടി എഴുതുമ്പോൾ നമുക്ക് A റേസ് ടു A എന്ന് എഴുതണമായിരുന്നു. അതാണ് കണക്ക്. പക്ഷെ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്. ഇവിടെ നമ്മൾ സം അതർ ഫാക്ടർ A റേസ് ടു X, B റേസ് ടു Y. അപ്പോൾ എക്സും വൈ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി അത് എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? A റേസ് ടു A, B റേസ് ടു B എന്നായിരുന്നല്ലോ നമ്മുടെ. കാരണം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യനെ പവറായിട്ട് എഴുതുന്നാണല്ലോ നമ്മൾ സാധാരണ കണ്ടുള്ളത് അല്ലേ? ലോ ഓഫ് മാസേഷൻ നമ്മൾ ഇക്വിലിബ്രിയത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളത്. കോൺസെൻട്രേഷൻ ടു ദ പവർ ഓഫ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷേ A റേസ് ടു X ആണ് എഴുതിയിട്ടുള്ളത്. എക്സ് എവിടുന്ന് എക്സ് വന്നു? അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി ദിസ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. നമുക്കറിയില്ല അത് കോഎഫിഷ്യന്റ് A തന്നെയാണോ എന്ന്. അങ്ങനെ ഒരു പ്രശ്നം അതിൽ വരുന്നുണ്ട്. സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് A അതിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. സ്മോൾ ലെറ്റർ B എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന ക്യാപിറ്റൽ B എന്ന് പറയുന്ന റിയാക്ടന്റ് B മോൾസ് റിയാക്ട് ചെയ്യും. ഇതാണ് ഇക്വേഷനിൽ അത് കൊടുത്താലുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ റേറ്റ് എക്സ്പ്രഷനിൽ എഴുതുമ്പോൾ ഈ A എഴുതാൻ കഴിയാത്തതിന്റെ സംഭവം ആ A എത്രമാത്രം ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു A or B. മനസ്സിലായില്ലേ? സോ ദ എക്സ്പോണൻസ് X and Y മേ ഓർ മേ നോട്ട് ബി, ആവാം ആവാതിരിക്കാം, ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് A and B ഓഫ് ദ റിയാക്ടൻസ്. അതാണ് സംഭവം. അപ്പൊ നമ്മൾ റേറ്റ് പ്രൊപ്പോർഷണൽ A റേസ് ടു X, B റേസ് ടു Y എന്ന് എഴുതി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് K ഇസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, സ്മോൾ ലെറ്റർ K.
It is small letter k. So rate is equal to proportionality constant into a raised to x, b raised to y. മനസ്സിലായില്ലേ? ഈ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാ, എന്താ ഡിഫറൻഷ്യൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പറഞ്ഞാലേ, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, വിത്ത് ടൈം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആകുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലാണ് എഴുതിയത്, ഡി ആർ ബൈ ഡി ടി. ആർ എന്നുള്ള സ്ക്വയർ ബ്രാക്കറ്റിലാണ്, അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് കാണുന്നില്ല അല്ലേ? ഓക്കെ, ഡി ആർ ബൈ ഡി ടി മൈനസ് ഉണ്ട്. എന്താ കാരണം? ഡിക്രീസ് ആണ് ഇത് റേറ്റ്. റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയല്ലേ ചെയ്യുക, അപ്പോൾ ഡിക്രീസ് ആണ് റേറ്റ് വരിക. സോ മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. ഇതാണ് നമ്മൾ അവിടെ റേറ്റിന്റെ റേറ്റ് ലോ ആയിട്ട് എഴുതുന്നത്, റേറ്റ് ലോ ആയിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ ആയിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത്. നിങ്ങൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇനി ഡെഫിനിഷൻ നമ്മൾ പറയാം, ഓർമ്മ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാതെ സംഭവം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മറക്കരുത്. ദിസ് ഈസ് ദ റേറ്റ് ലോ ഓർ റേറ്റ് എക്സ്പ്രഷൻ. സോ കെ ഈസ് വാട്ട്? കെ ഈസ് റേറ്റ് കോൺസ്റ്റന്റ്. കെ എന്ന് പറയുന്നതിന് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ് പറയുക, റേറ്റ് കോൺസ്റ്റന്റ്. ഈ ഡി ആർ ബൈ ഡി ടി മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ എന്ന് പറയുന്നതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ ഡി ബൈ ഡി ടി വരുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിന് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്നാണ് പൊതുവെ പറയുക. ആ കോൺസ്റ്റന്റ് ഈ റേറ്റ് ലോയിൽ വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. മനസ്സിലായില്ലേ? സോ ദിസ് ഇക്വേഷൻ റിലേറ്റ്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. Rate of reaction with the concentration of reactants. That is why it is the rate law or rate expression. Rate law or rate expression. ഈ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിലും കൂടി ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് റിയാക്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. കെ വാരീസ് വിത്ത് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ മൈ ബി സ്റ്റേറ്റഡ് വെൻ സേയിങ് the k value. ആ റേറ്റ് പറയണമെങ്കിൽ that depends on the temperature. ഏത് ടെമ്പറേച്ചറിലാണോ ആ വാല്യൂ ഉള്ളത്, that is different for different reaction എന്ന് നമ്മൾ ഓർക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അത് നമ്മൾ ഇതിൻ്റെ ഒന്ന് ഓർക്കേണ്ടതാണ്. അപ്പൊ കെ എന്താ? റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പല പ്രൊപ്പോർഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. So this is the equation which relates the rate and concentration of reactants, the rate of the reaction and concentration of the reactants. ഇതാണത്. എന്താന്ന് വെച്ചാൽ ഇതാണ്. അത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ. ഈ സംഭവം മാത്രം എ പ്ലസ് ബി ബി ക്യൂ സി സി പ്ലസ് ഡി ഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. കഴിഞ്ഞു. ഇതൊന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ in which rate is given in terms of concentrations of reactants. Rate എന്ന് പറയുന്നത്, rate of the reaction എന്ന് പറയുന്നത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ടേമിൽ എഴുതുമ്പോൾ, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ടേമിലാണ് നമ്മൾ റേറ്റ് എഴുതുന്നത്. ഇൻ ടേംസ് ഓഫ് ദി കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്ടൻസ്. മോളാർ കോൺസെൻട്രേഷൻ ഒക്കെ അതിന് അഡീഷണലി ചേർത്തതാണ്, കുഴപ്പമില്ല. വെറുതെ കോൺസെൻട്രേഷൻ ടേമിലാണോ? അല്ല. ചില ടേംസ് അതിന് പവറായിട്ട് എഴുതുന്നുണ്ട്. ചില ടേംസ് പവറായിട്ട് എഴുതുന്നുണ്ട്. എക്സ്പോണൻസ് which may or may not be same as stoichiometric coefficient of the reacting species in the balanced chemical equation. ആ ഒരു സെന്റൻസ് അതിൽ ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. എന്താണ്? എ റേസ് ടു എ ബി റേസ് ടു ബി എന്ന് ഞാൻ ഈ പറയുന്ന എ ബി എന്ന് പറയുന്ന സ്മോൾ ലെറ്റേഴ്സ് ആട്ടോ, സ്റ്റോയിchiometric coefficients. അപ്പോൾ എക്സ്പോണൻസ് ആയിട്ട് ഈ എയും ബിയും അല്ല, മറിച്ച് അത് എക്സ് വൈ എന്ന് പറയുന്ന വേറെ ചില ടേംസ് ആണ്. അതൊരു പക്ഷേ എ ആവാം, സ്റ്റോയിchiometric coefficient തന്നെ ആവാം, ആവാതിരിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ ഈ റേറ്റ് ലോ റേറ്റ് എക്സ്പ്രഷൻ കണ്ടാൽ, അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ കണ്ട് അത് അതേപടി അങ്ങോട്ട് ഡെഫിനേഷൻ ആക്കിയാൽ മതി. എന്താണ്? നിങ്ങൾ ആ ഇക്വേഷനിലേക്ക് മാത്രം നോക്കുക. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. ഇനി സി ഉണ്ട്, വേറൊരു റിയാക്ടന്റ് ഉണ്ട് വെച്ചാൽ അത്, ഇനി നാലാമത്തെ റിയാക്ടന്റ് അത് പ്രശ്നമില്ല.
എത്ര വേണമെങ്കിലും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് given in terms of, upper rate is equal to naito, in terms of concentrations of reactants raised to some power. അത്രയായി നിങ്ങൾക്ക് നിർത്താം, raised to some power, and that power may or may not be same as the stoichiometric coefficient of the reactant species in the balanced chemical equation. Same ആവാം, അല്ലാതെ ആവാം. That is why we are using some other terms as the exponents of these A and B as X and Y instead of A and B. A, B എന്ന് ഉപയോഗിക്കുന്നതിന് പകരം X, Y എന്ന് ഉപയോഗിച്ചതിന്റെ കാരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ ഇത് എന്താണ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റേറ്റ് എക്സ്പ്രഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇക്വേഷൻ കണ്ടിട്ട് അതേപടി എഴുതാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല എന്നർത്ഥം. സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. കെ എന്ന് പറയുന്നത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ റിയാക്ഷൻ, ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. സോ വി ഹാവ് ടു മെൻഷൻ വെദർ ഇറ്റ് ഈസ് അറ്റ് വാട്ട് ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണ് അത് എന്നുള്ളത് നമ്മൾ അത് പറയാം. ഓക്കെ, ഇനി നമ്മൾ വേറെ ഒരു കാര്യം പറയുന്നത് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് വൈ, കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വൈ റേസ് ടു സം ടേംസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ. This suggests that x and y both have equal effect on the rate of the reaction. X raised to 1, y raised to 1, അങ്ങനെയാണല്ലോ അതിന്റെ മീനിങ്. സെയിം കോൺട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. What would happen if we double the concentration of x or y? X ഇന്റെയും y ഇന്റെയും കോൺസെൻട്രേഷൻസ് ഡബിൾ ആക്കിയാൽ എന്ത് സംഭവിക്കും? The rate of reaction would also double. അല്ലേ, റേറ്റ് ഓഫ് റിയാക്ഷൻ വീണ്ടും കൂടണല്ലോ. കോൺസെൻട്രേഷൻ, ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ്. കോൺസെൻട്രേഷന്റെ ഡിപ്പെൻഡൻസ് കാണിക്കാനാണല്ലോ നമ്മൾ ഈ റേറ്റ് എക്സ്പ്രഷൻ പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ നോർമലി ദ റേറ്റ് വുഡ് ആൾസോ ബി ഡബിൾ. നിങ്ങൾ y മാത്രമേ അങ്ങനെ ആക്കുന്നുള്ളൂ. വാട്ട് ഹാപ്പൻ ഇഫ് വി ഹാഡ് y റേസ്ഡ് ടു 2? y അങ്ങനെ ആക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ഈ y റേസ്ഡ് ടു എന്ന് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ അറിയോ? 2y all raised to 2 എന്നാണ്. 2y all raised to 2, അല്ലാതെ y raised to 4 അങ്ങനെയല്ല വരിക. അല്ലെങ്കിൽ y raised to 2 വെറുതെ അല്ല എഴുതുക. y എന്നുള്ളത് 2y ആയിട്ട് തന്നെ എഴുതാം. ഇക്വേഷനിൽ നമ്മൾ അങ്ങനെയാണല്ലോ എഴുതുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഇക്വേഷൻ x plus y gives, ഞാൻ ഈ പറയുമ്പോൾ അത് നോട്ട് ചെയ്തില്ലെങ്കിലും മനസ്സിലാക്കുക, x plus y gives z എന്നാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് വിചാരിക്കുക. ഇതിൽ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് 2y എടുക്കുകയാണ്. 2y അപ്പൊ നമുക്ക് എന്തായി എന്നറിയോ? ഇക്വേഷനിൽ അത് 2y raised to 2 എന്നായി. 2y raised to 2. അപ്പൊ ഈ 2y raised to 2 എന്ന് പറഞ്ഞാൽ എന്താ? ആ 2y ഒന്നിച്ചാണ് 2y raised to 2. അപ്പൊ 2 square y square ആയി. അതാണ് പ്രശ്നം. 2 square എന്ന് പറഞ്ഞാൽ 4 times ആയി. സോ ഡബിളിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് y would quadruple the reaction rate. 4 times, 4 times. മനസ്സിലായില്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് എടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമ്മൾ ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു എക്സ്പെരിമെന്റൽ ബേസ്ഡ് ആണെന്ന് പറയാനുള്ള 1-2 എക്സ്പെരിമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ചാർട്ട് വൈസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ ഇതാണ്: NO plus O2 gives 2NO2, നൈട്രിക് ഓക്സൈഡ്. NO plus O2 gives 2NO2. ഓക്കെ, അപ്പൊ അത് എഴുതുമ്പോൾ 2NO plus O2 gives 2NO2. അത് എഴുതുമ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുന്നത് 2NO. അപ്പൊ നമുക്ക് നോർമലി ഈ ഇക്വേഷൻ A plus B gives C, ഇതാണല്ലോ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO നൈട്രിക് ഓക്സൈഡ്, NO raised to 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. അപ്പൊ NOയുടെ കോൺസെൻട്രേഷൻ raised to 2 ഇത് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഇൻ ദ ബാലൻസ്ഡ് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്സ് ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് റേറ്റ് എത്ര മാറുന്നു എന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു NO raised to 2 O2, കോൺസെൻട്രേഷൻ ഓഫ് NO raised to 2 O2, അങ്ങനെയാണ് നമ്മൾ എഴുതുക. അത് സെയിം ആയിട്ട് നമ്മൾ എഴുതിയെന്ന് അർത്ഥം. നമ്മൾ വേറെ 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തത് ശ്രദ്ധിക്കുക.
ഒന്നാമത്തത് ക്ലോറോഫോം CHCl3 plus Cl2 gives CCl4 plus HCl. CCl4 plus HCl. ഇത് നിങ്ങൾ ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സ്പ്രഷൻ നോക്കണ്ട. ഇത് നമുക്ക് എങ്ങനെ റേറ്റ് ലോയിൽ എഴുതാം. ഇത് റേറ്റ് ലോയിൽ എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CHCl3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാൻ പോണത്. അതാണ് പ്രശ്നം. We actually observe that the reaction rate equation is derived from the experimental data. Experimental data വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഓരോ ഇങ്ങനത്തെ റിയാക്ഷൻസും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. അതിന്റെ റേറ്റുകൾ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. Exponents of the concentration terms are the same as their stoichiometric coefficients in the balanced equation is there. It will not be there. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഇല്ലാതിരിക്കും. അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയത്. ഇവിടെ Cl2 raised to 1/2 ആണ്. Cl2 raised to 1/2 ആണ്. അത് എക്സ്പെരിമെന്റൽ റേറ്റ് എക്സ്പ്രഷൻ ആണ്. അതാണ് ആക്ച്വൽ റേറ്റ് എക്സ്പ്രഷൻ. അതായത് Cl2ന്റെ കോൺസെൻട്രേഷൻ ഹാഫ് മതി എന്നർത്ഥം. raised to 1/2. അപ്പൊ ഇത് നമുക്ക് ഈ ബാലൻസ്ഡ് സ്റ്റോയിച്ചിയോമെട്രിക് ഇക്വേഷൻ കണ്ടാൽ അറിയില്ല. മനസ്സിലായില്ലേ? ഈ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്സ് ബാലൻസ്ഡ് ഇക്വേഷൻസ് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു മാത്രം. അടുത്തത് നോക്കൂ. അടുത്തത് ഇഥൈൽ അസിറ്റേറ്റ് ആണ്. CH3CO C2H5 എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് പറയുക റിയാക്ഷൻ പ്ലസ് H2O വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഹൈഡ്രോളിസിസ് നടത്തിയത് അസറ്റിക് ആസിഡ് CH3COH എത്തനോൾ C2H5OH കിട്ടും. എന്തോട്ടെ നമ്മുടെ ഒരു റിയാക്ഷൻ A+B=C+D എന്ന് പറഞ്ഞ റിയാക്ഷൻ. നമ്മൾ എഴുതാൻ പോകുന്നതും ആക്ച്വലും നമ്മൾ രണ്ടെണ്ണമായിട്ട് പറയണം കേട്ടോ. എഴുതാൻ പോകുന്നത് CH3C അപ്പോൾ പിന്നെ CH3CO C2H5 plus H2O gives CH3COH plus C2H5OH. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ, സ്റ്റോയിച്ചിയോമെട്രിക് ഇക്വേഷൻ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു concentration of CH3CO C2H5 raised to 1 concentration of H2O raised to 1. ഇതാണ് നമ്മൾ എഴുതുക. അല്ലെങ്കിൽ concentration of CH3CO C2H5 into concentration of H2O raised to 1 എന്ന് എഴുതാൻ നിർബന്ധമൊന്നുമില്ല. നേരത്തെ CHCl3 എഴുതിയപ്പോൾ 1 എഴുതിയിട്ടില്ലല്ലോ, എഴുതാൻ നിർബന്ധമില്ല. പക്ഷേ ഈ കേസിൽ ഇത് എന്താണെന്നറിയോ? ഇത് H2O raised to 0 ആണ് വരിക. റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഇഥൈൽ അസിറ്റേറ്റ് into concentration of H2O raised to 0. എന്ത് H2O raised to 0? any factor raised to 0 1 ആണ്. അതായത് H2O കോൺസെൻട്രേഷനെ ഇവിടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? H2O കോൺസെൻട്രേഷൻ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. H2O കോൺസെൻട്രേഷൻ എന്തോ ആയിക്കോട്ടെ, ഈ റിയാക്ഷന്റെ റേറ്റ് മാറുന്നില്ല എന്നർത്ഥം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് H2O. ഇൻഡിപെൻഡന്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ. നമ്മുടെ റിയാക്ഷനിൽ അത് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ റേറ്റിൽ അത് ഉണ്ടാവണമെന്നില്ല എന്നർത്ഥം. So simply the rate is equal to rate constant into concentration of CH3CO C2H5. കഴിഞ്ഞു. വേറെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. H2O ഒന്നും വേണമെന്നില്ല ഉണ്ടെങ്കിൽ പിന്നെ H2O raised to 0 എന്ന് എഴുതണം. അതിന്റെ ആവശ്യമില്ല. It is independent of the concentration of H2O. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട എന്താ വെച്ചാൽ in these reactions the exponents of the concentration terms are not the same as their stoichiometric coefficients. They are not the same as their സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻസ്. സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻസിന്റെ സെയിം ആയിട്ടല്ലല്ലോ വരുന്നത്. അതിന് കാരണം നമ്മൾ പറഞ്ഞത് ദീസ് ആർ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റീസ്. മനസ്സിലായില്ലേ? റേറ്റ് ലോ ഫോർ എനി റിയാക്ഷൻ കനോട്ട് ബി പ്രെഡിക്റ്റഡ് ബൈ ലുക്കിംഗ് ഇൻ ടു ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നിങ്ങൾ ആ കെമിക്കൽ ഇക്വേഷനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്പ്രഷൻ എഴുതാൻ കഴിയില്ല. എത്ര എക്സ്പേർട്ട് ആയാലും കഴിയില്ല. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുക എന്നിട്ട് അതിന്റെ റേറ്റ് ലോ എഴുതുക, അത് പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഈ റേറ്റ് ലോ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ഒരു എക്സ്പെരിമെന്റൽ ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അത് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കണം. തിയറിറ്റിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബട്ട് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് എക്സ്പെരിമെന്റലി. അപ്പോൾ തിയറിറ്റിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പെരിമെന്റലി വി ക്യാൻ ഡു ദ എക്സ്പെരിമെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ കോൺസെൻട്രേഷൻ ഈസ് ദർ ഓർ നോട്ട് ഓർ വാട്ട് ഈസ് ദി എക്സ്പോണന്റ് ഓഫ് ദാറ്റ് വൺ. എക്സ്പോണന്റ് എന്താ എന്നുള്ളത് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? അത് കണ്ടുപിടിക്കാൻ നമുക്ക് ചില മെത്തേഡുകൾ ഉണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം നമുക്ക് പറയാം. അപ്പൊ ഇതാണ് നമ്മൾ റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഐ റിപ്പീറ്റ് ദീസ് റേറ്റ് എക്സ്പ്രഷൻ ദാറ്റ് റിലേറ്റ് ദ റേറ്റ് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് which is
in terms of concentrations, in terms of molar concentrations of reactants, which rise to some power as exponents, which may or may not be same as stoichiometric coefficients of the reacting species in the balanced chemical equation. And this rate law is an experimental quantity. It is not possible to write the rate equation or rate expression by merely looking into the balanced chemical equation. That cannot be expressed theoretically, but must be determined experimentally.